എൻ്റെ പേര് എൻ്റെ പേര് മുഹമ്മദ് സിറാജ്. അല്ലതും വേണ്ട, സിറാജ്. എൻ്റെ പേര് സിറാജ്. അനിയുണ്ട്, ഐം സിറാജ്. ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അതല്ല, ഡിപ്ലോമ കഴിഞ്ഞു, ബിടെക്. അതെ അതെ. ഞാൻ സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് എറണാകുളത്ത് വർക്ക് ചെയ്യായിരുന്നു. 2.5 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ സൈറ്റ് എഞ്ചിനീയർ മാറി ഒരു നല്ലൊരു ജോലിയായിട്ട് മാറാന്ന് വിചാരിച്ചു. വേറെ സൈറ്റ് എഞ്ചിനീയറിംഗ് അടുത്ത സമയത്ത് അങ്ങനെയാണ് ഈ ബിമ്മിലേക്ക് മാറാന്നുള്ളൊരു പ്ലാൻ വന്നത്. അപ്പൊ ബിമ്മിനെ പറ്റി എനിക്ക് മുന്നേ ഞാൻ റെവിറ്റ് ബിം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു, ബേസിക് ടൂൾസും കാര്യങ്ങളൊക്കെ. പിന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാന്ന് തോന്നി, അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തരാൻ തുടങ്ങി. അങ്ങനെയാണ് AECയിൽ വന്നത്. പക്ഷെ ഞാൻ അതിന് മുന്നേ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേറെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ സിലബസും അതുപോലെ അവരുടെ ടൈം പീരീഡ് ഒക്കെ ഭയങ്കര കുറവായിട്ടും, പിന്നെ അതുപോലെ ഒരുപാട് കോഴ്സസ് അവർ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ബിമ്മിൽ ഇത്രയും കോഴ്സ് വേണമെന്ന് തോന്നിയിട്ടില്ല. അങ്ങനെയാണ് AECയിൽ എത്തിയത്. പിന്നെ AECയിൽ ഞാൻ ഇവിടെ മുന്നേ പ്രീവിയസ്ലി പഠിച്ച സ്റ്റുഡൻസിന്റെ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഖത്തറിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ചാറ്റ് ചെയ്തു. പുള്ളിക്കാരനും നല്ലൊരു റിവ്യൂ ആണ് തന്നത്. നിങ്ങളെ ഫാക്കൽറ്റീസിനെ പറ്റിയാണെങ്കിലും എല്ലാം ബെറ്റർ ആയിട്ടാണ് പറഞ്ഞത്. അതിനുശേഷം ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കാന്നുള്ള പ്ലാനിൽ AECന്റെ സ്റ്റാഫിനെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവരെനിക്ക് സിലബസും അതുപോലെ ഇവിടുത്തെ കോഴ്സിന്റെ ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞു തന്നതിന് ശേഷം ഞാൻ ഈ സിലബസ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് വർക്ക് ചെയ്യുന്നത്, ബിമ്മിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, മൂപ്പർക്ക് അയച്ചു കൊടുത്തു. അപ്പൊ മൂപ്പരും ഇതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഈ സിലബസ് എല്ലാം കവർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനപ്പോ പിന്നെ ജോയിൻ ചെയ്യാന്ന് വെച്ചു. ഇവിടെ ജോയിൻ ചെയ്തതിനു ശേഷം ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആണെങ്കിലും ഒരു പ്രൊജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സസ് ആയിരുന്നു ഇവിടെ. അതുകൊണ്ട് തന്നെ ഒരു പഠിക്കുന്ന പോലെ അല്ല തോന്നിയത്, എല്ലാം ഒരു വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ആയിരുന്നു എല്ലാം ഫീൽ ചെയ്തുള്ളത്. കാരണം അതിൻ്റെ ഒരു പ്രഷേഴ്സ് ഉണ്ടായിരുന്നു, ബാക്ക് സപ്പോർട്ട് ആണെങ്കിൽ അതുണ്ടായിരുന്നു, എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ ഈ കോഴ്സിന്റെ ഓരോ സെക്ഷൻസ് കഴിയുമ്പോഴാണെങ്കിലും മോക്കപ്പ് ഇന്റർവ്യൂസ് വരെ സ്കെഡ്യൂൾ ചെയ്യുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടാണ് ഇന്റർവ്യൂവിന്റെ സമയത്ത് എനിക്ക് തോന്നിയത്. കാരണം ഇന്റർവ്യൂവിൽ അധികം ചോദിച്ചതും ഈ മോക്കപ്പിൽ വന്ന അതേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ പോർട്ട്ഫോളിയോ ക്രിയേഷൻ ആണെങ്കിലും ഈ CV ക്രിയേഷൻ ഒക്കെ ആണെങ്കിലും ഇവര് അതിനായിട്ട് നല്ലവണ്ണം അസിസ്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ കോഴ്സ് കഴിഞ്ഞ ഉടനെ ഒരു ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. അത് GCC പ്രൊജക്റ്റ് ആയിരുന്നു. ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്താണ് കുറച്ചും കൂടെ ഒരു പ്രൊജക്റ്റ് എങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണമെന്ന് കൂടുതൽ മനസ്സിലായത്. എൻ്റെ ഇന്റേൺഷിപ്പ് ഇപ്പോൾ കഴിഞ്ഞു. ഞാൻ പ്രൊജക്റ്റ് ആണെങ്കിലും വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ GCCയിൽ പ്ലേസ്ഡ് ആണ്. എനിക്ക് ജോബ് അസിസ്റ്റ് ആണെങ്കിലും ഇന്റർവ്യൂ അസിസ്റ്റ് ആണെങ്കിലും ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട്.